പൂർണ്ണമായ ആത്മവിശ്വാസം. ഇലക്ഷൻ കാലത്ത് പറഞ്ഞിരുന്നത് പോലെ തന്നെ തീർച്ചയായിട്ടും LDF വിജയിക്കും. ആ സൂചനയിലെല്ലാം ഇതുവരെ ഒരു മാറ്റവും ഇല്ലാതെ LDF തന്നെ മുൻതൂക്കം, LDF വിജയിക്കും. നേരത്തെ ഇലക്ഷൻ കാലത്ത് ഉണ്ടായിരുന്ന അതിനേക്കാൾ കുറേ കൂടി സേഫായിട്ടുള്ള ഒരവസ്ഥയിലേക്ക്, കുറേ കൂടി സുരക്ഷിതമായിട്ട് വിജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. തീർച്ചയായിട്ടും LDF വിജയിക്കും. അപ്പോഴല്ലേ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് മറികടക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും അതൊക്കെ മറികടക്കും. അതാണല്ലോ തെരഞ്ഞെടുപ്പിൽ ഓരോ 5 വർഷം കൂടുമ്പോഴുള്ള രാഷ്ട്രീയ മാറ്റവും ജനാഭിപ്രായവും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും LDFന് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ചാലക്കുടി കൊണ്ടത്. അത് അങ്ങനെ ക്വാണ്ടിഫൈ ചെയ്തിട്ടില്ല. അതായത് LDF വിജയിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ രാഷ്ട്രീയം തന്നെ, പൊളിറ്റിക്സ് തന്നെയാണ്. അതായത് മതനിരപേക്ഷ ഇന്ത്യ നിലനിൽക്കണം. ഈ തെരഞ്ഞെടുപ്പ് ആദ്യം ഞാൻ ഒരു ചോദ്യം ഉന്നയിച്ച് തന്നെ മതനിരപേക്ഷ ഇന്ത്യ നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുതന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അതിൽ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇടതുപക്ഷത്തെയാണ്. സെക്യുലറാണ് എന്നുള്ളത്, ഇടതുപക്ഷം സെക്യുലറാണെന്നുള്ളത് എല്ലാവർക്കും നല്ല ഉറപ്പാണ്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊളിറ്റിക്കൽ ബേസ്. പിന്നെ വികസനം സംബന്ധിച്ച് നമ്മൾ നവചാലക്കുടി എന്നൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നവകേരളത്തോട് ചേർന്ന് നിൽക്കുന്ന ആശയവും ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. ഇപ്പോൾ രണ്ടും ചേർന്ന് അതുകൊണ്ടാണ് പൊളിറ്റിക്കലായിട്ട് ഇടതുപക്ഷം വിജയിക്കുക.